പപ്പായ കൃഷിയിലൂടെ കാർഷിക മേഖലയിൽ വിജയഗാഥ തീർക്കുകയാണ് സീതാങ്കോളി പെർണെ സ്വദേശി ശ്യാം പ്രസാദ്. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കഴിഞ്ഞ 30 വർഷമായി കാർഷിക മേഖലയിൽ സജീവമായ ശ്യാം പ്രസാദ് 4 വർഷങ്ങൾക്ക് മുൻപാണ് പപ്പായ കൃഷി ആരംഭിച്ചത്. 2 ഏക്കർ സ്ഥലത്താണ് റെഡ് ലേഡി വിഭാഗത്തിൽപ്പെട്ട പപ്പായ കൃഷി ചെയ്യുന്നത്. പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി. 2.5 മീറ്റർ ഉയരമുള്ള ഈ ചെടിയുടെ അടിമുതൽ മുടിവരെ പപ്പായ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. 7 മാസമാകുമ്പോഴേക്കും കായ്ക്കാൻ തുടങ്ങും. കാറ്റിൽ വീഴാതിരിക്കാൻ താങ്ങു നൽകണം. 1.5 കിലോഗ്രാം മുതൽ 2.5 കിലോഗ്രാം വരെ ഒരു കായയുടെ തൂക്കമുണ്ടാകും. ഓരോ ചെടിയിലും 30ഓളം കായകൾ ഉണ്ടാകും. ഒറ്റ വിളവെടുപ്പിൽ 50 കിലോയോളം പപ്പായ ലഭിക്കുന്നുണ്ട്. കായ പഴുത്താലും ഒരാഴ്ചയോളം കേടുവരാതെ നിൽക്കും. പാതയോരങ്ങളിൽ എത്തിച്ചും കടകളിൽ നേരിട്ടെത്തിച്ചുമാണ് വിൽപ്പന. ആവശ്യമുള്ളവർ വീടുകളിൽ എത്തിയും വാങ്ങാറുണ്ട്. കുത്തിയെ കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയും സഹായവും ഉള്ളതുകൊണ്ട് തന്നെ പപ്പായ കൃഷിയിൽ നിന്നും മികച്ച വിളവും വരുമാനവും ലഭിക്കുന്നുണ്ടെന്ന് ശ്യാം പ്രസാദ് പറയുന്നു. ഞാൻ പപ്പായ കൃഷിയാക്കുന്നത് 4 കൊല്ലമായി. ഇതിപ്പോ ആദ്യ കാലി സ്ഥലത്തിൽ ഒരു ഏക്കർ സ്ഥലത്തിൽ ആദ്യ കൃഷി ചെയ്ത് ഒരു 600 എണ്ണം വെച്ചിട്ട് റെഡ് ലേഡി തൈ വന്ന് പപ്പായൻ്റെ തൈ വെച്ചിട്ട് കൃഷി ചെയ്ത് ഇപ്പോൾ ഇത് 4ാമത്തെ കൊല്ലം ആക്കുന്നത്. ഞാൻ ഇതേ കൃഷി ഭവനത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായി. ഓരോ സപ്പോർട്ടിൽ ഞാൻ ആദ്യം തുടങ്ങിയത്. നമ്മളെ കൃഷിഭവന കട്ടത്തിറക്ക കുത്തിക ഓരോ കൃഷി ഓഫീസർമാർ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പപ്പായ പലതരം ഇനങ്ങളിലുണ്ടെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ നന്നായി ചെയ്യാവുന്ന ഇനമാണ് റെഡ് ലേഡി. കാര്യമായ വിളനാശം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ നല്ല വിളവ് ലഭിക്കുമെന്നാണ് ശ്യാം പ്രസാദിന്റെ അനുഭവം. പപ്പായയോടൊപ്പം തന്നെ കക്കിരി, ചീര, വെള്ളരി തുടങ്ങി നിരവധി പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം കവുങ്ങ്, കുരുമുളക് എന്നിവയുമുണ്ട്. ഭാര്യ ഉമയും മക്കളായ ചിന്മയും ചിന്തനയുമാണ് പൂർണ്ണ പിന്തുണയും സഹായവുമായി ഒപ്പമുള്ളത്. ഇത് ഈ 6 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ ഒരാൾക്ക് നമുക്ക് എപ്പോഴും കഴിയാല് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് വീട്ടിൻ്റെ എന്ത് ഭാര്യ ഉമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് 2 പിള്ളേരുണ്ട്. ഒരു ആൺപിള്ളേർ ഒരു സഹായം ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് മെയിൻറ്റെയിൻ ആക്കാൻ കഴിയുന്നില്ല. ഒരു സെയിലിങ്ങിന് വരുന്നു, പിന്നെ കച്ചവടത്തിന് പോകുമ്പോൾ വീട്ടിൻ്റെ ചില പണിയെല്ലാം നോക്കിക്കോളൂ. അങ്ങനെയായിട്ട് എല്ലാ കൃഷി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടവിളയായാണ് പപ്പായ കൃഷി തുടങ്ങിയതെങ്കിലും ഇപ്പോൾ പ്രധാന കൃഷി പപ്പായ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ.